ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഈ ദീനിൽ, ഇസ്ലാമിൽ ഇൽമിൻ്റെ സ്ഥാനം, അറിവിൻ്റെ സ്ഥാനം വളരെ മഹത്തരമാണ്. ഇൽമില്ലാതെ ഒരാൾക്കും ദീനിൽ ഉയരാനോ അറിവ് നേടാതെ അവന് അള്ളാഹുവിനെ മനസ്സിലാക്കാനോ കൂടുതൽ അറിയാനോ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കാനോ അങ്ങനെ ഒന്നിനും അവന് സാധിക്കില്ല. അവൻ്റെ ആ ഉബൂദിയത്ത്, അള്ളാഹുവിനോടുള്ള അടിമത്വം, അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് പൂർത്തീകരിക്കുക, സാക്ഷാത്കരിക്കാൻ സാധിക്കുക ഇൽമു കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അറിവ് നേടണം എന്നുള്ളത്. ഇപ്പോൾ നോക്കൂ, സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈ ആയത്തിൽ ആദ്യം അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ഫഅലം, നീ അറിവ് നേടണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, പഠിക്കണം. അതിനുശേഷമാണ് അമലായിട്ടുള്ള ഇസ്തിഗ്ഫാറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അറിവ് നേടുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ഫജ്ർ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാറുള്ള ഒരു ദുആ നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവിനെയും അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള റിസ്ഖിനെയും സ്വീകരിക്കപ്പെടുന്ന അമലിനെയും ചോദിക്കുന്നു. അറിവുണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് അവന് ഹലാലായിട്ടുള്ളത്, ഏത് റിസ്ഖാണ് അവൻ ത്വയ്യിബായിട്ടുള്ളത് എന്ന് മനസ്സിലാവുള്ളൂ. അറിവുണ്ടെങ്കിൽ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്ന അമൽ ഏതാണ്, സ്വാലിഹായ അമൽ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനനുസരിച്ച് അത് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അറിവ് എന്നുള്ളത് ദുനിയാവിലും ഖബറിലും പരലോകത്തും എല്ലാം ഒരുവന് പ്രകാശമാകുന്ന, അവന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളം ആയത്തുകളിൽ അറിവുള്ളവരുടെ സ്ഥാനത്തെ പറ്റി അള്ളാഹു അറിയിക്കുന്നുണ്ട്. അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂറത്ത് സുമറിലെ 9-ാമത്തെ ആയത്തിൽ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു കാര്യത്തിലും, ഇപ്പോൾ ഭൗതികമായിട്ടുള്ളൊരു കാര്യം എടുത്താലും അതിൽ അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും എന്താവില്ല, ഒരുപോലെ ആകില്ല. നമുക്കറിയുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യം അത് അറിയുന്ന ഒരാളത് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ആ വിഷയത്തിലുള്ള അയാളുടെ ഒരു വില നമുക്ക് മനസ്സിലാകും. അതുപോലെ ഏത് കാര്യത്തിലും ഇപ്പോൾ ഭൗതികമായിട്ടുള്ള അറിവുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അറിവ് ഏതാ? ദീനിയായിട്ടുള്ള അറിവല്ല, ഭൗതികമായിട്ടുള്ള വിഷയത്തിൽ അത് തിബ്ബാണ്. എന്താണ്? മെഡിസിൻ. കാരണം എന്താണ്? മനുഷ്യന് വിലപിടിച്ചൊരു കാര്യമാണ് അവൻ്റെ ആരോഗ്യം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട അറിവാണ്. ആ അറിവുള്ളവർക്ക് പൊതുവെ ജനങ്ങളൊരു ബഹുമാനം കൊടുക്കും, ഒരു സ്ഥാനം കൊടുക്കും. എന്തുകൊണ്ടാണ്? ആ അറിവിൻ്റെ മഹത്വമാണ്. അപ്പം അതിനേക്കാൾ വലുതാണ് എന്ത്? ദീനിയായിട്ടുള്ള ഇൽമ്, ഖൽബിൻ്റെ ആവശ്യമായിട്ടുള്ള, റൂഹിന് ആവശ്യമായിട്ടുള്ള ഇൽമ് എന്നുള്ളത്. അതുപോലെ മറ്റൊരു ആയത്തിൽ അള്ളാഹു തആല സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ്. അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദീനിനെ കുറിച്ചും അറിവുള്ളവരാണ്. അതുപോലെ സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു ഈമാനുള്ളവരെയും അതിൽ അറിവുള്ളവരെയും അള്ളാഹു തആല ദറജകൾ ഉയർത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പം ഇങ്ങനെ ദീനിൽ അറിവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മഹത്വം പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ ആയത്തുകൾ അത് തെളിവാണ്. അതുപോലെ ഹദീസിൽ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഹദീസാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ അറിവ് നേടാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് ഇറങ്ങുന്നത്,
അവന് സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽം റിളൻ ബിമാ യസ്നഉ. മലക്കുകൾ ഇൽമു തേടുന്ന ഒരാൾക്ക് വേണ്ടി ചിറകുകൾ താഴ്ത്തി കൊടുക്കും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനോടുള്ള തൃപ്തി കാരണത്താൽ. വഇന്നൽ ആലിം ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹീതാന ഫിൽ മാ. ഒരു ആലിമിന് വേണ്ടി ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ഇസ്തിഗ്ഫാർ തേടും, കടലിന്റെ അടിയിലുള്ള ഒരു മത്സ്യം പോലും. വഇന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സാഇരിൽ കവാകിബ്. മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രന് എത്രത്തോളം ഒരു സ്ഥാനമുണ്ടോ, ഒരു മുൻഗണനയുണ്ടോ, അതുപോലെയാണ് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഒരു ആലിമിനുള്ളത്. വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ. അറിവുള്ളവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഫഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ. അംബിയാക്കൾ ഇവിടെ ദീനാറോ ദിർഹമോ വിട്ടേച്ചു പോയിട്ടില്ല. വഇന്നമാ വറസു അൽ ഇൽം. അവർ വിട്ടേച്ചു പോയത് അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ അത് നേടിയെടുക്കുന്നത് അവർ വലിയൊരു കാര്യമാണ് നേടിയെടുത്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സമയം നമ്മൾ ഇൽമിന് വേണ്ടി ചെലവഴിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യുന്നവരുണ്ടാകാം, ജോലി ചെയ്യുന്നവരുണ്ടാകാം, അതുപോലെ അവൻ്റെ കുടുംബത്തിൻ്റെ ചെലവിന് കൊടുക്കേണ്ട ആവശ്യത്തിന് പണിയെടുക്കുന്നവരുണ്ടാകാം. എന്നാൽ ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു പുതിയ അറിവ് നേടാതെ ഒരു ദിവസം നമ്മൾ കടന്നു പോകാൻ പാടില്ല. അത് കേട്ടിട്ടോ വായിച്ചിട്ടോ പഠിച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ഒരു പുതിയൊരു കാര്യം നമ്മൾ അന്വേഷിക്കാതെ അറിവ് ലഭിക്കാതെ ഒരു ഹദീസ് പുതിയൊരു ഹദീസ് വായിച്ചു, അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ തഫ്സീർ, നമുക്കറിയാത്തൊരു തഫ്സീർ, ഒരു ആയത്തിന്റെ തഫ്സീർ പഠിച്ചു, അല്ലെങ്കിൽ ഒരു വിഷയത്തിലുള്ള ഒരു ദർസ് കേട്ട് ആ കാര്യം മനസ്സിലാക്കി. അങ്ങനെ ഒരു ഇൽമിന് വേണ്ടിയിട്ടൊരു സമയം ഓരോ ദിവസത്തിലും നാം കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് ചരിത്രത്തിൽ അറിയുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തൊക്കെ കഴിഞ്ഞ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ അങ്ങാടിയിൽ പോയി. ആളുകൾ അവിടെ കച്ചവടത്തിന്റെ തിരക്കിലും മറ്റുമാണ്. അപ്പോൾ അബൂ ഹുറൈറ ഉറക്കെ വിളിച്ചു ചോദിച്ചു, മാ അജസക്കും യാ അഹ്ലസ് സൂഖ്, മാ അജസക്കും, അങ്ങാടിയിലുള്ളവരെ നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? നിങ്ങൾ എന്താ അങ്ങനെ ദുർബലരായിപ്പോയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ തിരക്കിലായിപ്പോയോ, എന്താ നിങ്ങൾക്ക് പറ്റിയതെന്ന് നിലക്ക് ചോദിച്ചു. ഖാലു, അപ്പോൾ ചോദിച്ചു, വമാ ദാക യാ അബൂ ഹുറൈറ, എന്താ അബൂ ഹുറൈറ എങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക മീറാസു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതവിടെ മസ്ജിദിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്ത് അതാ അവിടെ വീതിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാണോ, അവിടെ പോയിട്ട് വാങ്ങുന്നില്ലേ ചോദിച്ചു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വായിനഹുവ, എവിടെയാണ് അനന്തരാവകാശ സ്വത്ത് വീതിച്ചു കൊടുക്കുന്നത്? പറഞ്ഞു, ഫിൽ മസ്ജിദ്, മസ്ജിദിലാണ്, മസ്ജിദ് നബിയിലാണെന്ന് പറഞ്ഞു. ആളുകൾ വേഗം ധൃതിപ്പെട്ട് അങ്ങാടിയുള്ള ആളുകൾ മസ്ജിദ് പോയി. അങ്ങനെ മസ്ജിദ് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ചോദിച്ചു, മാലക്കും. അബൂ ഹുറൈറ ചോദിച്ചു, എന്താ നിങ്ങൾ വന്ന് എന്താ അവസ്ഥ ചോദിച്ചു. അപ്പോൾ തിരിച്ചു അവർ ചോദിച്ചു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഫഖദ് അതൈനൽ മസ്ജിദ് ഫദഖൽനാ, ഞങ്ങൾ മസ്ജിദിലെത്തി, ഞങ്ങൾ മസ്ജിദിന്റെ അകത്ത് പ്രവേശിച്ചു. ഫലം നറ ഫീഹി ശൈഅൻ യുഖ്സമു, അവിടെ വീതിച്ചു കൊടുക്കുന്ന ഒന്നും ഞങ്ങൾ കണ്ടില്ല പറഞ്ഞു. അവിടെ ഒരാൾ എന്ത് ചെയ്യണില്ല, ഒരു സ്വത്തും വീതിച്ചു കൊടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ തിരിച്ചു ചോദിച്ചു, അമാ റഅയ്തും ഫിൽ മസ്ജിദി അഹദൻ, നിങ്ങൾ മസ്ജിദിൽ ഒരാളെയും കണ്ടില്ലേ ചോദിച്ചു. ഒരാളെയും കണ്ടില്ലേ? അപ്പൊ അവർ പറഞ്ഞു, ബല, ഞങ്ങൾ കണ്ടു, കുറച്ച് ആളുകളെ കണ്ടു. റഅയ്നാ ഖൗമൻ യുസല്ലൂൻ, കുറച്ച് ആളുകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട്. വഖൗമൻ യഖറഊനൽ ഖുർആൻ, കുറച്ച് ആളുകൾ അവിടെ ഖുർആൻ ഓതുന്നുണ്ട്. വഖൗമൻ യതദാകറൂനൽ ഹലാല വൽ ഹറാം, കുറച്ച് ആളുകൾ ദീനിൽ ഏതൊക്കെയാണ് ഹലാല് ഹറാമ് ഇതിന്റെ മസ്അലകളൊക്കെ ചർച്ച ചെയ്ത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, വൈഹക്കും ഫദാക മീറാസു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അറിവിനോടുള്ള താല്പര്യം, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ ഒരു താലിബുൽ ഇൽമ് എന്തായാലും പഠിക്കേണ്ടതും വായിക്കേണ്ടതും അതിന്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുമാണ്. കാരണം അത്രയധികം ത്യാഗം സഹിച്ച് അറിവ് നേടിയ വ്യക്തിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഖൈർ ലഭിച്ചു എന്നതിനെ ചേർത്തി പറഞ്ഞത് എന്തിനോടാണ്? അവന് അറിവ് ലഭിക്കുന്നു എന്നതിനോടാണ്. ഒരു ഹദീസ് കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കാണോ അല്ലാഹു തആല ഖൈർ ഉദ്ദേശിക്കുന്നത് അവൻ അല്ലാഹു തആല ദീനിൽ അവഗാഹം കൊടുക്കും.
ദീന് പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതിനെല്ലാം അവഗാഹം കൊടുക്കുന്ന അവസരം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇനി ഇതൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറുതെ ഒരു കാര്യം കാണാതെ പഠിക്കലാണോ? അല്ലെങ്കിൽ ഇതുപോലെ ദർസുകളിൽ പങ്കെടുക്കൽ മാത്രമാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ പോയി പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലാണോ അറിവ് നേടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ഹദീസിനെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നുള്ള ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം. വഹാദാ ഇദാ ഉരീദ ബിൽ ഫിഖ്ഹി അൽ ഇൽമുൽ മുസ്തൽസിം ലിൽ അമൽ وأما إن أريد به مجرد العلم فلا يدل على أن من فقه في الدين فقد أريد به خيرا. ഇവിടെ ഈ ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ കർമ്മം നിർബന്ധമാക്കുന്ന, പ്രവർത്തനം നിർബന്ധമാക്കുന്ന, പ്രവൃത്തി നിർബന്ധമാക്കുന്ന കാര്യത്തിനാണ്. ഒരാൾ അറിവ് മാത്രം ഉദ്ദേശം വെച്ചിട്ടാണ് അവൻ നേടുന്നത് എങ്കിൽ അത് എന്നുദ്ദേശിക്കുന്നില്ല, ദീനിൽ ഫിഖ്ഹ് നേടി എന്നതിനെ അത് അറിയിക്കുന്നില്ല എന്ന്. അതായത് അറിവ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനായിരിക്കണം, എന്താണ് അറിവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഭാഗം കൂടി ശരിയാകുമ്പോഴാണ് എന്താകുന്നത്, ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഇൽമു കൊണ്ട് ഖൈറ് ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. പലപ്പോഴും നമ്മളിൽ പലർക്കും സംഭവിക്കുന്ന വലിയൊരു അപകടമാണത്. ഇൽമിൻ്റെ പേരിൽ നമ്മൾ പഠിക്കും, നമ്മൾ ദർസുകളിൽ ഇരിക്കും, ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ദർസുകളിൽ പങ്കെടുക്കും, അതിനുള്ള കാര്യങ്ങൾ എല്ലാം നോക്കും. പക്ഷെ എന്തിനാണ് ഇൽമ്? ഈ അറിവ് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അതുകൊണ്ട് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നൊരു ധാരണ ഇല്ലാതെ പോകുന്ന അവസ്ഥ പല ആളുകളിലും കാണാറുണ്ട്. അപ്പോൾ ഇൽമു കൊണ്ട് ഖൈർ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കാര്യം അവിടെ വേണം. ഇത് ഇത്രയും പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ്, ഫൈനൽ ഫിഖ്ഹ ഹീനഇദിൻ യകൂനു ശർതൻ ലിഇറാദത്തിൽ ഖൈരി വഅലൽ അവ്വൽ യകൂനു മൂജിബൻ. അതായത് ഇവിടെ അറിവ് എന്താകുന്നുണ്ട്, ഒരാളുടെ ഖൈറിന് കാരണമാകുന്നത് അറിവാണെന്ന് പറയുമ്പോൾ തന്നെ ആ അറിവ് നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ് അമൽ. അതായത് അറിവ് എന്നതുകൊണ്ട് അമല് എന്നുള്ളൊരു ഉദ്ദേശവും അതിന് പിന്നിലുണ്ട് എന്ന്. അതായത് നമ്മൾ അറിവ് നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളൊരു അറിവ് നേടുന്ന ആളാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതല്ല എങ്കിൽ ആ അറിവ് നമുക്കൊരു ഖൈറില്ലാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകും. മുൻഗാമികൾ സലഫുകൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു മേഖലയാണത്. ഖലഫുകൾ അഥവാ പിൻഗാമികളായിട്ടുള്ള നമ്മളിൽ പലരും അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യം കൂടിയാണത്. ചിലപ്പോൾ നമ്മൾ ഇൽമിന്റെ ദർസുകളും സദസ്സുകളൊക്കെ പങ്കെടുക്കും, പക്ഷേ 5 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനപ്പുറത്തേക്ക് ഒരു കർമ്മം നമ്മളിൽ എന്തുണ്ടായിണ്ടാവില്ല, കൂടിയുണ്ടാവില്ല. ഇപ്പൊ രാത്രി നിസ്കാരത്തിന്റെ ഫളില് പറയുന്ന ഹദീസുകളും ദർസുകളൊക്കെ നമ്മൾ കേൾക്കും. രാത്രി നിസ്കാരം ഇന്നേ വരെ ആരംഭിച്ചിട്ടുണ്ടാവില്ല. സുന്നത്തായ നോമ്പിന്റെ ഫളില് പറയുന്ന ഹദീസുകളും ഖുതുബകളും ഒക്കെ നമ്മൾ കേൾക്കും. ഇന്നുവരെ സുന്നത്തായ നോമ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന്റെ ദർസുകളിലൊക്കെ പങ്കെടുക്കും, ഖുർആൻ പാരായണം സ്ഥിരമായിട്ട് ഒരു രീതിയിൽ കൊണ്ടുനടക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പാപങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഗൗരവം നമ്മൾ കേൾക്കും, പഠിക്കുകയൊക്കെ മനസ്സിലാവുകയും ചെയ്യും. എന്നാലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മളെന്ന് പറയുന്നത് സ്വന്തത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട രീതിയിലായതുകൊണ്ട് പറയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആളുകളെന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, ഇഖ്തിളാഉൽ ഇൽമി അൽ അമൽ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ്. ഒരു ചെറിയ അസറുകൾ ക്രോഡീകരിച്ചതാണ്, ആദ്യം ഹദീസുകളും പിന്നീട് സലഫുകളുടെ അസറുകളൊക്കെ. വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൽമ് നിർബന്ധമാക്കുന്നത് അമലിനെയാണ് എന്നുള്ളതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളെയും അസറുകളെയും എല്ലാം ക്രോഡീകരിച്ച കിതാബാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അതിൽ നിന്ന് സ്വഹീഹിനെ മാത്രം ക്രോഡീകരിച്ചിട്ട് ഇതിന്റെ സ്വഹീഹാക്കിയിട്ടുണ്ട്. അതിൽ കുറെ വൈഫുണ്ട്. അതിന്റെ അസ്ലില് അൽബാനി റഹിമഹുല്ലാഹ് അതിന് സ്വഹീഹ് മാത്രം എടുത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട്. വളരെ കേൾക്കേണ്ട, വായിക്കേണ്ട, നമ്മൾ ഉപകാരം ലഭിക്കുന്ന ഒരു കിതാബാണ്. കാരണം ഇൽമു കൊണ്ട് അമലില്ല എങ്കിൽ ആ ഇൽമിന്റെ അപകടത്തെ അറിയിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൽമ് ഉപകാരപ്രദമാകണമെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ഖൈർ ഉണ്ടാകണമെങ്കിൽ അമൽ എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളതിനെ സലഫുകളുടെ അസറുകൾ വെച്ച്, അതുപോലെ തന്നെ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് തന്നെ ഇൽമു കൊണ്ടും അമല് കൊണ്ടുമാണ്. ഇൽമു മാത്രമല്ല, അമലും അതിന്റെ ഭാഗമാണ്. അതിന് ദലീലായിട്ട് ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമാണ് സൂറത്ത് തൗബയിലെ 33-ാമത്തെ ആയത്ത്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അള്ളാഹു ആണ്. അപ്പോൾ നമ്മൾ പല ഖുതുബകളിലും സംസാരങ്ങളും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആയത്താണ്. അള്ളാഹു ആരാണ്? അവൻ അയച്ചു, അർസല റസൂലഹു, അവന്റെ റസൂലിനെ, ബിൽ ഹുദാ വദീനിൽ ഹഖ്, നേർമാർഗം കൊണ്ടും ഹക്കായ ദീനു കൊണ്ടും. ഇവിടെ ഹുദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ അറിവാണ്. ദീനുൽ ഹഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അമലുസ് സാലിഹ്, സൽക്കർമ്മങ്ങളെ കൊണ്ടാണ്. ഈ രണ്ട് കാര്യങ്ങളെയും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. വെറും പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ പഠിക്കണം. ഇൽമിന്റെ ഫضില ആദ്യം പറഞ്ഞു, ആയത്തുകളും ഹദീസുകളും ഒരുപാട് പറഞ്ഞു. പക്ഷെ ആ ഇൽമ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് വന്നിട്ടുള്ള ഒരു വീഴ്ച പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പലർക്കും നമ്മളിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരുത്തണം, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇനി എന്താണ് ഇൽമും അമലും, എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, റസൂലിനെ നിയോഗിച്ചത് തന്നെ ഇൽമും അമലും കൊണ്ടാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ ഇൽമും അമലുമാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അറിവും കർമ്മവുമാണ്, അറിവും പ്രവൃത്തിയുമാണ്. അത് കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൃഷ്ടിപ്പിന്റെ കാരണമായിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയത് എന്നതിനെ അറിയിക്കുന്ന രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ തൗഹീദിന്റെ രണ്ട് ശാഖകളാണ് അള്ളാഹു തആല പറയുന്നത്. ഒന്നാമത്തേത്, അതിനുള്ള ദലീൽ, സൃഷ്ടിപ്പിന്റെ കാരണം അള്ളാഹു പറയുന്നത് സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ ആയത്തിലാണ്. അതിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. അള്ളാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്, അതുപോലെ തന്നെ ഭൂമികളെയും, 7 ഭൂമിയെയും. അതിനിടയിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇറങ്ങുന്നത്. എന്നിട്ട് പറയാണ്, അതൊക്കെ സൃഷ്ടിപ്പിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, ലിതഅലമൂ, നിങ്ങൾ അറിവ് നേടാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടി. അപ്പൊ ഒന്നാമത്തെ സൃഷ്ടിപ്പിന്റെ കാരണം എന്താ പറഞ്ഞത്? ലിതഅലമു, ഇൽമാണ് പറഞ്ഞത്. രണ്ടാമത്തേത് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെ ഇല്ല, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അവിടെ സൃഷ്ടിപ്പിന്റെ കാരണം എന്താ പറഞ്ഞത്? ഇബാദത്താണ്, അഥവാ അമലാണ്. അപ്പൊ ഒന്നാമത്തേത് ഇൽമും രണ്ടാമത്തേത് അമലുമാണ്. ഇതിനെയാണ് തൗഹീദിന്റെ 2 ഭാഗങ്ങൾ എന്ന് പറയുക. ഒന്നാമത്തേത് തൗഹീദുൽ ഇൽമി, അള്ളാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അറിവിന്റെ തൗഹീദ്. രണ്ടാമത്തെ തൗഹീദുൽ അമലി, കർമ്മം ചെയ്യേണ്ട തൗഹീദ്. അപ്പോൾ ഇൽമും അമലുമില്ലാതെ ഒരാളുടെ തൗഹീദ് എന്താവില്ല? പൂർണ്ണമാകില്ല. ആളുകൾ പല രീതിയിലാണ്, പ്രധാനമായും 4 രീതിയിലെ വിഷയത്തിൽ ഉണ്ടാവുക. ഇൽമും അമലും വെച്ച് നോക്കുമ്പോൾ ചില ആളുകൾ ഇൽമിന്റെ വിഷയത്തിൽ മുൻപന്തിയിലായിരിക്കും, അമലുണ്ടാവില്ല. ചില ആളുകൾ അമലിന്റെ വിഷയത്തിൽ മുൻപന്തിയിലായിരിക്കും, ഇൽമുണ്ടാവില്ല. ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാവില്ല, കുഫാറുകൾക്ക്. ആ രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ആര്? യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ടുള്ള തൗഹീദിനെ തന്നെ 2 രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ എന്താണത്? അത് ഇൽമിന്റെയും അമലിന്റെയും ഭാഗമാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഇപ്പൊ ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ നമ്മൾ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജൂതന്മാരുടെ വിഷയം എന്താ? അവർക്ക് അറിവുണ്ട്, അവരെന്ത് ചെയ്തില്ല? കർമ്മം ചെയ്തില്ല. നസാറാക്കൾക്ക് അറിവില്ല, എന്നാൽ കുറെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്തു. ഇപ്പൊ ജൂതന്മാരെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു നോക്കൂ, സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ ആയത്തിൽ, മസലുൽ ലദീന ഹമ്മിലുത് തൗറാത ثم لم يحملوها كمثل الحمار. തൗറാത്തിനെ ഏറ്റിയവർ അവർ പിന്നെ ഏതവസ്ഥയിലാ? കഴുതുകളെ പോലെയാണ് ആയത്. ലം യഹ്മിലൂഹ ഒന്ന് രണ്ടാമത് പറഞ്ഞല്ലോ, അവരേറ്റിയില്ല എന്ന് പറഞ്ഞ എന്താ അറിയോ? ഒന്നാമത്തെ അവർക്ക് തൗറാത്ത് കിട്ടിയിട്ടുണ്ട്, ഇൽമ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലം യഹ്മിലൂഹ, അവർ വേണ്ട പോലെ അത് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമല് ചെയ്തില്ല എന്നാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഖുർആന്റെ ആളുകളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ, കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുക. നോക്കൂ നിങ്ങൾ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അറിവിനെയും കുറിച്ചും ചോദിക്കും. എന്താ ചോദിക്കുക അറിയോ? മാദാ അമില ബിഹി, നീ അതുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? നീ എന്താണ് അതുകൊണ്ട് പ്രവർത്തിച്ചത്? ആ ഇൽമ നിനക്ക് കിട്ടി, നീ എന്താണ് അതുകൊണ്ട് പ്രവർത്തിച്ചത് എന്ന് ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരു അടിമയുടെ കാലടി നാളെ പരലോകത്ത് ഒന്ന് മുന്നോട്ട് വെക്കാനോ ചലിപ്പിക്കാനോ പറ്റൂല. ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞതിൽ ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് അൻ ഇൽമിഹി മാദാ അമില ബിഹി, അവന് ലഭിച്ച അറിവ് അതനുസരിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അറിവിന്റെ വിഷയത്തിൽ പലരും എന്തായിരിക്കും, പല അവസ്ഥയിലായിരിക്കും. ഒരാൾക്ക് അറിയുന്ന ഒരു കാര്യം വേറെ ആൾക്ക് അറിഞ്ഞോളുന്നില്ല, വേറെ ആൾക്കാർ കാര്യം വേറെ ആൾക്ക് അറിഞ്ഞോളുന്നില്ല, പല രീതിയിലായിരിക്കും. അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് കർമ്മവും നമ്മുടെ ജീവിതത്തിൽ വേണം. അതിൽ നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല. കാരണം ധാരാളം ആളുകളെ അവർക്ക് സംഭവിച്ചു പോകുന്ന അബദ്ധമാണ്, അറിവ് നേടും അല്ലെങ്കിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ വായിക്കും പഠിക്കും ഒക്കെ ചെയ്യും, പക്ഷെ അതുകൊണ്ട് ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാക്കാത്ത, അതിനുവേണ്ടി പരിശ്രമിക്കുകയുമില്ല, അതിനുവേണ്ടി ഉദ്ദേശിക്കുകയുമില്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ നാളെ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നമാ അഖ്ശാ യൗമൽ ഖിയാമ, ഞാൻ പരലോകത്ത് ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യുനാദീനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ വിളിക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, അലാ റൂസിൽ ഖലായിക്, മറ്റുള്ള സൃഷ്ടികളെ മുമ്പിൽ എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഫയഖൂൽ യാ ഉവൈമിർ, അബൂ ദർദാ ഇതിന്റെ പേര് ഉമറോ ആമിർ എന്നോ ആണ്, അതിനെ തസ്ഖീർ ചെയ്തിട്ട് വിളിക്കുകയാണ്. പിന്നെ മാദാ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞ കാര്യത്തെ തൊട്ട് നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്ന് പിന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്. സലഫുകളിൽ പലരും ഈ ഒരു വിഷയത്തെ വളരെയധികം ഭയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു കാരണത്താൽ, അവരുടെ ആ ഭയം കാരണത്താൽ സലഫുകളിൽ ചിലർ പറഞ്ഞൊരു വാക്ക് എന്താ അറിയോ? ലൈതനി അൻജു മിൻ ഇൽമി കഫാഫൻ ലാ ലീ വലാ അലയ്യ, എൻ്റെ അറിവിനെ തൊട്ട് ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരം എനിക്കും വേണ്ട, അതെനിക്ക് എതിരായിട്ടും വേണ്ട. അതായത് പേടികൊണ്ട് പറയാണ്, ആ ലഭിച്ച ഇൽമിന് ഉത്തരം പറയാൻ പറ്റാത്ത പോകുന്ന ഒരവസ്ഥയിൽ ഞാനാകുമോ എന്നുള്ള പേടി കൊണ്ട് സലഫുകൾ ചിലർ പറഞ്ഞു പോയിട്ടുള്ള ഒരു വാക്കാണത്. കാരണം അവരുടെ ഭയം കൊണ്ട് അവർ പറഞ്ഞു പോണ വാക്കാണ്. അവർ ഇൽമോണ്ട് ഉപകാരം വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലല്ല, അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ അവർ പറഞ്ഞിട്ടുള്ള വാക്കാണത്. അപ്പൊ നമ്മൾ ഗൗരവത്തിൽ നമ്മൾ നമ്മെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയും, നമ്മൾ അറിഞ്ഞിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കിയും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. അറിവ് നേടിയിട്ട് അതുമനുസരിച്ച് അമല് ചെയ്യാത്ത വിഷയത്തിൽ ഗൗരവമുള്ള താക്കീത് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഖുർആനിൽ 3 ആയത്തുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അറിവുണ്ടായിട്ട് അതനുസരിച്ച് കർമ്മം ചെയ്യാതിരുന്ന ആളുകളെ സംബന്ധിച്ച് 3 ആയത്തുകളാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തു സ്വഫിലെ 2-3 ആയത്തുകളിൽ അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് പറയാൻ നിൽക്കുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമേറിയിട്ടുള്ള കാര്യമായിട്ട്, അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുന്ന കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അത് 1-ാമത്തെ ആയത്ത്. കാരണം ഇൽമു പറയുന്നുണ്ടാവും, എന്തില്ല, ഒരു അമലും ഇല്ലാത്ത ഒരവസ്ഥ. 2-ാമത്തേത് സൂറത്തുൽ ബഖറയിലെ 44-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതഅ്മുറൂന അന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് പുണ്യത്തെക്കുറിച്ച് നിങ്ങൾ കൽപ്പിക്കുന്നു, ജനങ്ങളോട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൽ എന്ത് ചെയ്യുന്നു, അത് മറക്കുകയും ചെയ്യുന്നു. സ്വന്തത്തിൽ ആ കാര്യം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുന്നുണ്ടല്ലോ, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുക. ബനൂ ഇസ്രായേലുകൾ ചോദിച്ചാണെങ്കിലും പൊതുവായിട്ടുള്ള ആശയമാണ്. 3-ാമത്തെ ആയത്ത് സൂറത്ത് ഹൂദിലെ 88-ാമത്തെ ആയത്താണ്.
അതിൽ അല്ലാഹു തആല പറയുന്നത് വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു. ഓർമ്മ ശരിയാണ്, ശുഐബ് നബിയോ ഒരു നബി അവരുടെ സമൂഹത്തിനോട് പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യത്തിനോട് എതിരാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ്. അഥവാ ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരു റസൂൽ ആ റസൂലിന്റെ ഖൗമിനോട് പറഞ്ഞ വാക്ക്. ഈ 3 ആയത്തുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. എത്ര ഗൗരവത്തിലെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എത്ര ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ അർത്ഥം ഒരാളോട് നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട അങ്ങനെയാണോ? അല്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക നമ്മുടെ മേലെ നിർബന്ധമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇൽമിൽ നമ്മൾ വിരോധിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക എന്നാണ് ഉദ്ദേശം, അല്ലാതെ വിരോധിക്കുന്നത് നിർത്തണം എന്നല്ല. നമ്മൾ കൽപ്പിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശം, അതായത് കൽപ്പിക്കാതിരിക്കണം എന്നല്ല. ആ രീതിയിൽ മനസ്സിലാക്കരുത്. അപ്പോ ആ ഒരു കാര്യം ഇൽമ് കേൾക്കുമ്പോൾ അമലിന്റെ അർത്ഥം കൂടി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ എത്തണം നമ്മൾ. ആ രീതിയിലാണ് ദീൻ അതിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഹദീസിൽ നോക്കൂ, ഖുർആനിൽ 3 ആയത്തുകൾ പറഞ്ഞല്ലോ. ഹദീസിൽ ഗൗരവമുള്ള താക്കീതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുജാഉ ബിറജുലിൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഒരാളെ കൊണ്ടുവരും. ഫയുൽഖാ ഫിന്നാർ, അവനെ നരകത്തിലേക്കിടും. ഫതൻദലിഖ അഖ്താബുഹു ഐ തഖ്റുജു അംആഉഹു, അവന്റെ വയറ് പൊളിഞ്ഞ് അതിൽ നിന്ന് കുടൽമാലകളും മറ്റും എല്ലാം പുറത്തേക്കിട്ട അവസ്ഥയിൽ നരകത്തിൽ കിടക്കും. വയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ബിർറഹാ, കഴുതയെല്ലാം പണ്ട് ചക്കയിൽ ഇങ്ങനെ എണ്ണയൊക്കെ ആട്ടുന്ന മൃഗങ്ങളെ കൊണ്ട് ആട്ടുമ്പോൾ ഒരു മൃഗങ്ങൾ കൊണ്ട് ഒരു വടി നടുവിൽ പോയി ഇങ്ങനെ കറങ്ങുമല്ലോ, അതേപോലെ ഈ വയറ്റുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടാകും. ഫയഅ്തീഹി അഹ്ലുന്നാർ, അപ്പൊ നരകാവകാശികൾ ഇയാളിങ്ങനെ ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്ന കാണുമ്പോൾ നരകാവകാശികൾ അയാളുടെ അടുത്തേക്ക് വരും. വയഖൂലു, എന്നിട്ട് ചോദിക്കും, ഐ ഫുലാൻ, മനുഷ്യ, മാ ശഅനുക്, നിന്റെ അവസ്ഥ എന്താണ്? അലം തകുൻ തഅ്മുറുനാ ബിൽ മഅറൂഫ് വതൻഹാനാ അനിൽ മുൻകർ, ആളുകൾ ചോദിക്കുകയാണ്, നീ ഞങ്ങളോട് ഭൂമിയിൽ വെച്ച് നന്മ കൽപ്പിച്ചിരുന്ന ആളല്ലേ, തിന്മ വിരോധിച്ചിരുന്ന ആളല്ലേ, നീ അങ്ങനെ ഒരാളായിരുന്നല്ലോ, നീ ഞങ്ങളോട് ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞു, ഇന്നത് ചെയ്യണം പറഞ്ഞു, അങ്ങനെ ഒരാളായിരുന്നില്ലേ? ഖാല ബല, അപ്പോൾ അയാൾ പറയും, അതെ ഞാൻ അങ്ങനെ ആയിരുന്നു. കുൻതു ആമുറുക്കും ബിൽ മഅറൂഫ് വലാ ആതീഹ്, ഞാൻ നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാനത് കൊണ്ടുവന്നില്ല. വൻഹാക്കും അനിൽ മുൻകർ, ഞാൻ തിന്മകളും തെറ്റുകളും ഞാൻ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. വആതീഹ്, ഞാൻ അതിൻ്റെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കിയും, അത് അത്ര ഗൗരവമുള്ളൊരു കാര്യമാണ്. മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ലൈലത ഉസ്രിയ ബിഹി ഖൗമൻ തുഖറദു ശിഫാഹുഹും ബിമഖാരിദ മിൻ നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് യാത്ര പോയ സന്ദർഭത്തിൽ ഒരു കൂട്ടരെ കണ്ടു. അവര് കത്രികൾ കൊണ്ടൊക്കെ അവരുടെ ചുണ്ടുകളൊക്കെ ഇങ്ങനെ മുറിച്ച്, അതുപോലെയുള്ളത് കൊണ്ട് മുറിച്ച് കളയുന്നതായിട്ടാണ് കണ്ടത്. ഫഖാല മൻ ഹഉലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൂട്ടർ ആരാന്ന് ചോദിച്ചു. ഖാലു ഹഉലായി ഖുതബാഉ മിൻ ഉമ്മത്തിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ഈ കൂട്ടര് നിന്റെ ഉമ്മത്തിലെ ഖുതബാക്കളാണ്, ഖതീബുമാരായിരുന്നു. യഅ്മുറൂന അന്നാസ ബിൽ ബിർരി വയൻസൗന അൻഫുസഹും, അവര് ജനങ്ങളോട് എന്ത് ചെയ്തു? നന്മ കൽപ്പിച്ചു, നല്ല പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞു, സ്വന്തത്തിൽ അവരത് മറന്നു. വഹും യത്ലൂനൽ കിതാബ് അഫലാ യഖിലൂൻ, അവർ കിതാബ് പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവരതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല എന്ന് പറയാണ്. അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണത്, ഗൗരവത്തിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. സലഫിൽപ്പെട്ട അബ്ബാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം. അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, അൻ യകൂന അഹദുൻ അസ്അദ ബിമാ അല്ലംതനി മിന്നി, നീ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളെ കൊണ്ട് എന്നേക്കാൾ സൗഭാഗ്യവാനാകുന്ന ഒരാളും ഉണ്ടാകരുതേ എന്ന് ഞാൻ നിന്നോട് ദുആ ചെയ്യുകയാണ്. വഅഊദു ബിക അൻ നകൂന ഇബ്റതൻ ലിഗൈരി, മറ്റുള്ളവർക്ക് ഒരു പാഠമാകുന്ന അല്ലെങ്കിൽ ഒരു പാഠമാകുന്ന അവസ്ഥയിൽ ഞാൻ ആകരുതേ എന്നുകൂടി ഞാൻ ദുആ ചെയ്യുകയാണ്. അതായത് എന്താ ഉദ്ദേശം? ഒന്ന്, അള്ളാഹു എനിക്ക് പഠിപ്പിച്ച അറിവ് കൊണ്ട് എന്നേക്കാൾ വേറൊരാൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞെന്താ? ആ അറിവ്
ഇപ്പൊ ഈ ദ്വാന്റെ അർത്ഥം എന്താ? ആ അറിവ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവനെന്തായി അതനുസരിച്ച് ജീവിച്ചു, ഞാൻ അതനുസരിച്ച് ജീവിച്ചില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഞാൻ അവർക്കൊരു മാതൃകയായി കാണേണ്ട, അവനെ പോലെ ആകരുത് കേട്ടോ, അവനെ പോലെ ആവരുത് എന്ന നിലക്കൊരു പാഠമാകുന്ന അവസ്ഥയെ തൊട്ടും ഞാൻ രക്ഷ തേടുന്നു എന്ന് ഈ സലഫുകൾപ്പെട്ട ഈ വ്യക്തി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ദുആ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ പറയുന്നുണ്ട്, വഹുവ മിൻ അഹ്സനി ദുആ, പ്രാർത്ഥനകൾ വെച്ച് വളരെ ഉത്തമമായിട്ടുള്ള ദുആ ആണിത്. ചിന്തിക്കേണ്ട ഒരു ആശയമാണ് ആ പ്രാർത്ഥന. അതായത് എനിക്ക് പഠിപ്പിച്ച, നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിന് ആലോചിച്ചാൽ മതി, എനിക്ക് അള്ളാഹു പഠിപ്പിച്ച ഒരു അറിവ് കൊണ്ട് വേറൊരാൾ സൗഭാഗ്യവാനാവുക എന്നേക്കാളും എന്താ അവസ്ഥ? അതെന്താണ്? ഇൽമുണ്ടാവും, പറഞ്ഞു കൊടുത്തുണ്ടാവും, പക്ഷെ സ്വന്തം ജീവിതത്തിൽ അതനുസരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ കർമ്മങ്ങൾ, അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതില്ല എങ്കിൽ ഇൽമിന് യാതൊരു വിലയില്ല, മനസ്സിലാക്കണം. കർമ്മങ്ങളില്ലേ ഇൽമ് എന്നുള്ളത് നമുക്ക് എതിരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ് അമല് എന്നുള്ളത്. സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാനം അമലല്ല, അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പക്ഷേ ഏത് നിലക്ക് ഇപ്പൊ ഇത്ര കർമ്മം ചെയ്തു അതുകൊണ്ട് അതിന് പകരമായിട്ട് സ്വർഗം കിട്ടുക, അങ്ങനെ കിട്ടൂല. ഈ കാരുണ്യമാണ് സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാനം. പക്ഷെ ആ കാരുണ്യം ലഭിക്കണമെങ്കിലുള്ള കാരണം എന്താണ്? സൽക്കർമ്മങ്ങൾ അമലുണ്ടാവുക എന്നുള്ളതാണ്. ഖുർആനിലെ ആയത്തുകളിൽ, എത്രയോ ആയത്തുകളിൽ അല്ലാഹു തആല ഈ അമലിനെ സ്വർഗപ്രവേശനത്തിനോട് ചേർത്ത് പറഞ്ഞു കാണാം. ചില ആയത്തുകൾ പറയാം. സൂറത്തുൽ ബഖറയിലെ 82-ാമത്തെ ആയത്ത്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ, ഈമാനും സൽക്കർമ്മങ്ങളുള്ളവർ അവരാണ് സ്വർഗാവകാശികൾ. സൂറത്തുൽ അറാഫിലെ 43-ാമത്തെ ആയത്ത്, വനൂദു അൻ തിൽകുമുൽ ജന്നത്തു ഊരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് ഇത് അനന്തരമായി സ്വർഗമുണ്ട്. അതുപോലെ ധാരാളം ആയത്തുകൾ വേറെയും ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം, ബിമാ കാനു യഅമലൂൻ ബിമാ കുൻതും തഅമലൂൻ, അങ്ങനെയൊക്കെ ധാരാളം ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്വർഗപ്രവേശനം നമ്മൾ ചെയ്ത് അമല് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, ഒരാളുടെയും കർമ്മം സ്വർഗത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കുകയില്ല. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യം ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് സൽക്കർമ്മങ്ങളാണ്. അപ്പൊ അമലുകൾ കൊണ്ടാണ്, ഉണ്ടായ ഇൽമ് അമലാക്കുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്? ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കുക. ഇനി ഏതൊരു വിഷയത്തിലും നമ്മൾ മാതൃകയാക്കുന്ന നമ്മുടെ സലഫ് സ്വാലിഹീങ്ങൾ, അവർ എത്രത്തോളം താല്പര്യമാണ് അവർക്ക് ലഭിച്ച ഇൽമിനെ അമലാക്കാനും ആ അമലിനെ അതിലൊരു മുദാവമത്ത്, ഒരു സ്ഥിരതയോടുകൂടി അത് ചെയ്യാനും എത്രത്തോളം അവർ പ്രയത്നിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിനുള്ള 1-2 മാതൃകകൾ കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. സ്വഹാബികളിൽ തന്നെ 1-2 മാതൃകകൾ പറയാം. നമുക്കറിയുന്ന ഒരു ചരിത്രമാണ്, പക്ഷെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ജോലി ചെയ്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഒരു ജോലിക്കാരിയെ ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ 2 അടിമകളെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഖാദിമിനെ കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ചെന്നു. ചോദിച്ചു, എനിക്ക് അങ്ങനെ ഒരു ജോലിക്ക് വയ്യ, പണിയെടുത്തിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. മകൾക്ക് മാത്രം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു പ്രശ്നമുണ്ടോ? നൽകിയില്ല. രാത്രി ആയിഷ അഫ്വാൻ ഫാത്തിമ ബിയുടെയും അലി റളിയല്ലാഹുവിന്റെയും വീട്ടിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവല അദുല്ലുകി അലാ മാ ഹുവ ഖൈറുൻ ലക്കി മിൻ ഖാദിം, നീ ചോദിച്ച ഒരു ഖാദിമിനേക്കാൾ ഖൈറായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ ചോദിച്ചു. ഇദാ അവൈതി ഇലൽ ഫിറാഷ്, നീ നിന്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ, കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, തുസബ്ബിഹീന അല്ലാഹ 33 33 തവണ നീ സുബ്ഹാനല്ലാഹ് പറയുക. വതഹ്മദീനഹു 33 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വതുകബ്ബിരീനഹു 33 33 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. ചില റിവായത്തിൽ 34 എന്നും വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇത് പഠിപ്പിച്ചു പോയല്ലോ. അലി റളിയല്ലാഹു അൻഹു പിന്നീട് പറയാണ്, ഫമാ തറക്തുഹാ മുൻദു സമിഅ്തുഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? അത് ഒഴിവാക്കിയിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം ഒരു മുസ്ലിം മാനസിക സമ്മർദ്ദത്തിൽ കേൾക്കുന്നവർക്ക് പോലും ഉണ്ടാകുന്ന ഒരു ചരിത്രമാണ് സിഫീൻ യുദ്ധത്തിന്റെ ചരിത്രം. അതിൽ ഒരു സൈന്യത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ രാത്രിയിൽ ഞാൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട്?
ഇത് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു എന്ന്. നോക്കി നോക്കിയാൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പ്രാവർത്തികമാക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി, അവിടുന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു. മൻ സല്ല 12 റക്അതൻ ഫീ യൗമിൻ വലൈലത്തിൻ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. ഒരാൾ ഒരു ദിവസത്തിൽ രാവും പകലുമായി 12 റക്അത്ത് നിസ്കരിക്കുകയാണ്, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്, അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്നുള്ളത്. ഈ ഹദീസ് ഉമ്മു ഹബീബയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഉമ്മു ഹബീബയുടെ സഹോദരി ആയിട്ടുള്ള അൻബസത്താണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, ഫമാ തറക്തുഹുൻ മുൻദു സമീഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടത് മുതൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ഈ ഹദീസ് ഉമ്മു ഹബീബയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സഹോദരി പറയാണ്, ഞാനിത് ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇനി നമ്മുടെ ഒന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കി. ചിലപ്പോൾ ഒരു വർഷം മുമ്പ് കേൾക്കാത്ത ഒരുപാട് ഹദീസുകൾ കഴിഞ്ഞൊരു വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതിൽ എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് അത് പകർത്താനും അത് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ ഹദീസിന്റെ വേറെ റിവായത്തിൽ വേറെയും സഹാബികൾ ഇത് കേട്ടിട്ട് നുഅ്മാൻ ഇബ്നു സാലിം ഒരു റാവി പറയുന്നുണ്ട്, ഞാനും ഇത് കേട്ട മുതൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. കാരണം അവർ പ്രാവർത്തികമാക്കുകയും അത് സ്ഥിരമായി ചെയ്യുകയും ഉണ്ടായിരുന്നു. അതുപോലെ വേറെ ചില ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദർദ റളിയല്ലാഹു അൻഹു, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ 3 ദിവസം നോമ്പ് നോൽക്കുക, ദുഹാ നിസ്കരിക്കുക, അതുപോലെ വിത്ർ നിസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, മരണം വരെ ഞങ്ങളത് എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യവും അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പുതിയ ഇൽമ് കിട്ടുമ്പോൾ അമലാക്കാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇത് സഹാബികളുടെ ജീവിതത്തിൽ നിന്ന് പല സംഭവങ്ങളും കാണാം. ധാരാളം ഉമർ ഇബ്നു അബീ സലമ, അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാ വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്, മോനെ നീ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത് കൈ കൊണ്ട് കഴിക്കുക, അതുപോലെ തന്നെ നിന്റെ അടുത്ത ഭാഗത്തുനിന്ന് കഴിക്കുക. ചെറിയ കുട്ടിയോട് പറഞ്ഞതാ. ആ സഹാബി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുതൽ ഞാനത് ഒഴിവാക്കിയിട്ടില്ല, മരണം വരെ അത് ഞാൻ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇത് സഹാബികളുടെ അതിനുശേഷമുള്ള സലഫുസ് സാലിഹ്യങ്ങളിൽ നിന്നോ അവരും കേട്ട ഇൽമ് അമലാക്കുന്നതിൽ അവരുടെ പ്രത്യേകത അതായിരുന്നു. സലഫുകൾ ഒരു കിതാബുണ്ട്, ഹയാത്തുസ് സലഫ് ബൈനൽ ഖൗലി വൽ അമൽ എന്ന് പറഞ്ഞിട്ട് അതിനായോ ക്രോഡീകരിച്ച ഒരു കിതാബാണ്. അഥവാ സലഫുകൾ വാക്കിനും പ്രവൃത്തിയുടെയും ഇടയിൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അറിയിക്കുന്ന അസറുകൾ ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ്. അത് വായിക്കാൻ നമുക്ക് പേടിയാവും. വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു മുനാഫിഖാണോ എന്ന് സ്വയം തോന്നിപ്പോകുന്നു. നിരാശപ്പെടുത്താൻ പറയല്ല, പക്ഷേ അവരത്രയും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇൽമിനെയും അമലിനെയും ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത്. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, മാ ബലഗനി ഹദീസുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അമിൽതു ബിഹി. സുഫിയാൻ അസ്-സൗരി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പോലും എനിക്ക് എത്തിയിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അമൽ ചെയ്യാതെ. അഥവാ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ അമൽ ചെയ്യാറുണ്ട്. അംർ ഇബ്നു ഖൈസ് അൽ-മലാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇദാ ബലഗൽ ഹദീസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമൽ ബിഹി വലൗ മറത്തൻ തകുൻ മിൻ അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ എന്ത് ചെയ്യുക, അത് പ്രവർത്തിക്കുക, അതിന്റെ ആളാവാൻ വേണ്ടിയിട്ട്. ഒരിക്കലെങ്കിലും അത് പ്രവർത്തിക്കുക. സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഇനി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് പ്രവർത്തിക്കുന്ന ആളാവുക എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന്. ഇതുപോലെ ധാരാളം സലഫുകൾ ഈ ഒരു വിഷയത്തെ ശ്രദ്ധിച്ച് കാണാം. ഇപ്പോൾ ഇമാം അഹ്മദിന്റെ വളരെ ബൃഹത്തായിട്ടുള്ള 10,000 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളൊരു കിതാബാണ് മുസ്നദ് എന്നുള്ളത്. അദ്ദേഹം ക്രോഡീകരിച്ചത്. അദ്ദേഹം ആ കിതാബിനെ പറ്റി പറയുന്നുണ്ട്, മാ കതബ്തു ഹദീസൻ ഇല്ലാ അമിൽതു ബിഹി. ആ കിതാബിൽ ഒരു ഹദീസ് പോലും ഞാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് അമൽ ചെയ്യാതെ എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹദീസ് ഉണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹിജാമ ചെയ്ത വ്യക്തിക്ക് 1 ദിനാർ കൊടുത്തു എന്നുള്ളത്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനും ഹിജാമ ചെയ്തിട്ട് 1 ദിനാർ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ വായത്തിൽ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒട്ടകത്തിന്റെ മേലെ
റമ്മൽ ചെയ്യാൻ പറ്റിയില്ല. അത് തവാഫ് ചെയ്യുന്ന സമയത്ത് നബി ഒട്ടകത്തിന്റെ മേലെ തവാഫ് ചെയ്ത ഒരു സംഭവമുണ്ട്. അന്ന് ഭരണകൂടം ഒട്ടകത്തിന് അങ്ങനെ ചെയ്യാൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല, ഭരണാധികാരി. അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഇമാം അഹ്മദോ അതോ വേറെ ഏതോ സൽഫിൽപ്പെട്ട ഒരാൾ കേട്ട ഹദീസുകൾ അമലാക്കാൻ പറ്റാത്തതിൽ അവർ പറയുന്നത് കാണാം. അപ്പോൾ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ കേൾക്കുന്ന പഠിക്കുന്ന ഇൽമ് അത് അമലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്തത് സലഫുകൾ അമലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇൽമ അമലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കുക, നോമ്പ് കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, സ്വതക്ക കൊടുക്കുക മാത്രമാണോ? അല്ല. ഇൽമിൽപ്പെട്ട കാര്യമാണ് എന്ത്? വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുകൂടിയുള്ളത്. അതിനും സലഫുകൾ അവർ കാണിച്ച താല്പര്യം വളരെ വലുതാണ്. ഒരു ഹദീസ് കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യൻഹാകും അൻ തഹ്ലിഫു ബിആബാഇകും. നിങ്ങളുടെ പിതാക്കന്മാരെ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുക എന്നുള്ളത് അല്ലാഹു തആല വിരോധിച്ചിട്ടുണ്ട്. എൻ്റെ ഉപ്പയാണോ സത്യം, എൻ്റെ വല്യപ്പയാണോ സത്യം, അങ്ങനെ ഒരു രീതി. ഇത് അന്ന് അറബികളിൽ സർവ്വസാധാരണമാണ്. ഇപ്പം ഇന്നും അറബികൾ വല്ലാഹ് എന്ന് പറയാതെ അറബികൾ എന്ത് ചെയ്യില്ല. പക്ഷെ സൗദിയിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം, അവർ പറയുമ്പോൾ എന്ത് ചെയ്യും, അവർ വായിൽ വല്ലാഹ് വല്ലാഹ് എന്ന് ചെറിയ കാര്യത്തിൽ പോലും ആവർത്തിച്ചു വരും. അപ്പൊ അറബികളിൽ അന്ന് അത്രയും അവരുടെ നാവ് വഴങ്ങിപ്പോയൊരു കാര്യമായിരുന്നു എന്ത്? അവരെ എൻ്റെ വാപ്പയാണ് സത്യം, എൻ്റെ വല്യപ്പയാണ് സത്യം, അങ്ങനെയൊക്കെ പറയുക. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്, ഫവല്ലാഹി മാ ഹലഫ്തു ബിഹാ മുൻദു സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാകിറൻ വലാ ആസിറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് മുതൽ ബോധത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. വേറൊരാൾ പറഞ്ഞു എന്ന് ഉദ്ധരിച്ചിട്ട് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഇത് നമുക്ക് താരതമ്യേന ചെറിയൊരു കാര്യമായി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരുന്നു ആര്? പിന്നെ താരതമ്യേന എന്ന് പറഞ്ഞത് അത് ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ എളുപ്പത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതായത് അത്രയും ശീലിച്ച ആളുകൾക്ക് എളുപ്പത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കല്യാണം കഴിച്ച ഉമ്മു സുലൈം റളിയല്ലാഹുവിന്റെ ആദ്യത്തെ ഭർത്താവിലുള്ള മകനാണ് അനസ് ബിൻ മാലിക്. അപ്പോൾ അബൂ തൽഹ മദീനയിലെ അൻസാരികളിൽപ്പെട്ട സമ്പന്നനായിരുന്നു. മദ്യം വിരോധിക്കുന്നതിന് മുമ്പ് അബൂ തൽഹക്ക് മദ്യ കച്ചവടം ഉണ്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു അബൂ തൽഹക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരാള് പിന്നെ വിളിച്ചു പറയുന്നത്, ഹുരിമത്തിൽ ഖംർ, മദ്യം ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ എന്നുള്ള ആയത്തൊക്കെ ഓതി വരുന്നത്. അപ്പോൾ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന മദ്യം വിൽക്കാൻ വേണ്ടി ശേഖരിച്ചു വെക്കുന്ന വീപ്പകളൊക്കെ തല്ലി തകർത്ത് അതൊക്കെ ഒഴിച്ചു കളയാൻ, ആ ഒരു വിരോധനം വന്നപ്പോഴേക്ക് അത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു എന്ന് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആളോട് സ്വർണത്തിന്റെ മോതിരട്ട് വന്നപ്പോൾ നരകത്തിന്റെ തീയാണോ എന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞു. ബാക്കിയുള്ള സഹാബികൾ പറഞ്ഞു, നിനക്കത് എടുത്തൂടെ, നിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനോ, വിറ്റിട്ട് പണാക്കാലോ? അപ്പോൾ സഹാബി പറഞ്ഞു, ലാ വല്ലാഹ് ലാ ആഖുദ്ഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ വിരോധിച്ചൊരു കാര്യം ഞാൻ അത് എടുക്കൂല, എനിക്കത് വേണ്ട, എടുത്തെറിഞ്ഞതല്ലേ റസൂൽ, എനിക്കത് വേണ്ട എന്ന് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, സ്വന്തത്തിൽ ചോദിക്കുക, എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ കേട്ടിട്ടുണ്ട്, വിരോധനങ്ങൾ നമുക്കറിയാം, എന്താണ് നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്ന് സ്വന്തത്തിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഇനി ഈ ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താ അറിയോ? അത് നിർബന്ധമാണ്, പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അതിന് ഏറ്റവും വലിയ നേട്ടം എന്താ അറിയോ? ഇൽമു കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇൽമു കൊണ്ട് അമൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൽമു വർദ്ധിക്കാനുള്ള ഒരു കാരണമായി തീരും. ഇൽമനുസരിച്ച് അമൽ ചെയ്താൽ, ഒരു ഇൽമു നമുക്ക് ലഭിച്ചു, അതനുസരിച്ച് നമ്മൾ അമൽ ചെയ്താൽ നമ്മുടെ ഇൽമു വർദ്ധിക്കാനുള്ള ഒരു കാരണമായി അത് മാറും. ശഅബി റഹിമഹുല്ലാഹ് സൽഫകളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, കുന്നാ നസ്തഈൻ അലാ ഹിഫ്ദിൽ ഹദീസ് ബിൽ അമലി ബിഹി.
ഹദീസുകൾ, അന്ന് ഹദീസുകൾ റിവായത്തൊക്കെ ചെയ്തിട്ട് പഠിക്കുമ്പോൾ അവരാ ഹദീസിന്റെ ഹിഫ്ള് അതിന് സഹായം തേടാറുള്ളത്, അതിന് സഹായമാകാൻ വേണ്ടി അവർ ശ്രദ്ധിക്കാറുള്ള കാര്യം ബിൽ അമലി ബിഹി, അതനുസരിച്ച് അമല് ചെയ്യലാണ്. നമ്മളൊരു ഹദീസ് കേട്ടു പഠിച്ചു വിചാരിക്കുക, അത് ആ ഹിഫ്ള് നിലനിൽക്കാനും ആ ഹദീസ് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവാനൊക്കെ ഉപകരിക്കുന്ന കാര്യം എന്താ അറിയോ? അതനുസരിച്ചിട്ട് അമല് ചെയ്യുക എന്നുള്ളതാണ്, അത് കർമ്മമായി ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ഇന്നക ലൻ തകൂന ആലിമൻ ഹത്താ തകൂന മുതഅല്ലിമൻ. നീ ഒരു ദീന് പഠിക്കുന്ന വിദ്യാർത്ഥിയാകാതെ നിനക്ക് എന്താകാൻ സാധിക്കില്ല? ആലിമാകാൻ, ഒരു അറിവുള്ള പണ്ഡിതനാകാൻ സാധിക്കില്ല. വലൻ തകൂന മുതഅല്ലിമൻ ഹത്താ തകൂന ആമിലൻ ബിമാ തഅല്ലംത. നിനക്കൊരു ഇൽമു നേടുന്നവനാകാൻ സാധിക്കില്ല നീ പഠിക്കുന്ന കാര്യം നീ അമലാക്കാതെ എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പോൾ സലഫുകൾ അവരുടെ ആ ഇൽമ് വർദ്ധിക്കാനുള്ള കാരണമായിട്ട് ആ ഇൽമ് അനുസരിച്ചിട്ടുള്ള അമലിനെ അവർ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, അറിവിനനുസരിച്ചുകൊണ്ട് അമല് ചെയ്യുക എന്നുള്ളത് ആ അറിവിനെ ദഅവത്ത് ചെയ്യുന്നതിനേക്കാൾ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരറിവുണ്ട്, ദഅവത്തും നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. ആ അറിവ് ദഅവത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ആളുകളെ അറിയിക്കുന്നതിനേക്കാൾ ആളുകളിൽ സ്വാധീനമുണ്ടാക്കുന്ന കാര്യം എന്താണ്? ആ അറിവ് പ്രവർത്തിക്കലാണ്. അതായത് നമുക്കൊരു അറിവുണ്ട്, ആ അറിവ് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷെ നമ്മൾ ആ അറിവ് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അമല് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾക്കൊരു അറിവുണ്ട്, അതനുസരിച്ച് നമ്മൾ അമല് ചെയ്യുന്നത് ആളുകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആളുകൾ കാണാൻ വേണ്ടി ചെയ്യല്ല, ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നുണ്ട്. അപ്പോ ഈ ദഅവത്ത് അറിയിച്ചു കൊടുക്കുന്നതിനേക്കാൾ, ഇത് രണ്ടും നമ്മുടെ മേലെ നിർബന്ധമാണ്, അമലും നിർബന്ധമാണ്, ദഅവത്ത് നിർബന്ധമാണ്. പക്ഷേ ഈ ദഅവത്ത് ചെയ്യുന്നതിനേക്കാൾ സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? അതനുസരിച്ച് പ്രവർത്തിച്ച് മാതൃക കാണിച്ചു കൊടുക്കലാണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൂറത്ത് ഹൂദിലെ 88-ാമത്തെ ആയത്തിൽ വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളോട് വിരോധിക്കുന്ന ഒരു കാര്യത്തിന് എതിരാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇപ്പോൾ നന്മ കൽപ്പിക്കുന്ന നന്മ വിരോധിക്കുന്ന ആരാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ അതനുസരിച്ച് കണ്ടിട്ടില്ല എങ്കിൽ ആളുകൾക്ക് എന്തുണ്ടാവില്ല? അയാളുടെ വാക്കിനൊരു സ്വാധീനം ഉണ്ടാവില്ല, അയാളുടെ വാക്കിന് ആളുകൾക്ക് ഉള്ളിൽ ഒരു വില ഉണ്ടാവില്ല. അപ്പോൾ ആരാണെങ്കിലും, നമ്മളിൽ ആരാണെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ഇന്നൽ ആലിമ ഇദാ ലം യഅമൽ, ഒരു ആലിം, ഒരു പണ്ഡിതൻ അവനവന്റെ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നില്ല വെക്കുക, زلت موعظته عن القلوب كما يزل القطر عن الصفا. ഒരു മഴത്തുള്ളി, വെള്ളത്തുള്ളി പാറക്കല്ലിൽ വീണാൽ എങ്ങനെയാണോ തെറിച്ചു പോവുക, അതുപോലെ ആ ആലിമിന്റെ ഉപദേശം ആളുകളുടെ കൽബിൽ നിന്ന് തെറ്റിപ്പോകുന്നു. ആളുകൾ കേൾക്കും, ചിലപ്പോൾ പറയും നല്ല പ്രസംഗമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല സംസാരമായിരുന്നു, പക്ഷെ ആളുകളുടെ കൽബിൽ എന്തുണ്ടാവൂല? അത് വെള്ളത്തുള്ളി പാറക്കല്ലിൽ നിന്ന് തട്ടി എത്ര പെട്ടെന്ന് തെറിച്ചു പോവുകയോ അതുപോലെ തെറിച്ചു പോകുന്നു. അപ്പോൾ അമല് ചെയ്ത് കാണിച്ചു കൊടുക്കലാണ് ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ മഅ്മൂൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, നഹ്നു ഇലാ അൻ നൂഅല ബിൽ അഅമാൽ അഹ്വജു മിൻ അൻ നൂഅല ബിൽ അഖ്വാൽ. വാക്കുകൊണ്ട് ഉപദേശിക്കപ്പെടുന്നതിനേക്കാൾ നമ്മൾ ആവശ്യക്കാരാകുന്നത് എന്തിനാണ്? പ്രവർത്തനം കൊണ്ട് ഉപദേശിക്കപ്പെടാനാണ്. ഒരാൾ ഒരു കർമ്മം ചെയ്ത് മാതൃകയായി കാണിക്കുന്നതാണ് അത് പറഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ, പറയുന്നതിനേക്കാൾ ആളുകളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയാം. ഇത് നമ്മുടെ ഇടയിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. പ്രവർത്തനമില്ല എങ്കിൽ ഒരാൾ എത്ര പറഞ്ഞാലും അതിന് യാതൊരു സ്വാധീനവും ആളുകളുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത്. ഇവിടെ സ്വഹാബികൾ തന്നെ ബാഹ്യമായ ആളുകൾ കാണുന്ന കർമ്മങ്ങളിൽ തന്നെ വീഴ്ച വരുത്തുമ്പോൾ അവരെ കുറിച്ച് മോശം ചിന്ത വരാറുണ്ട് എന്ന് പറഞ്ഞത് കാണാം. ഇപ്പൊ ചില സഹാബികൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ഇദാ ഫഖദ്ന അർ-റജുല ഫിൽ ഫജ്രി വൽ ഇശാ അസഅന ബിഹാ അബ്ബൻ. ഒരു വ്യക്തി ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിരമായി ഫജ്റും ഇശാവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരാളാണ് എങ്കിൽ അവനെക്കുറിച്ച് മോശപ്പെട്ട ചിന്തയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാറുള്ളത്. കാരണം ഫജ്റും ഇശാവും ആർക്കാണ് ഏറ്റവും ഭാരം ഉണ്ടാവുക? മുനാഫിക്കീങ്ങൾക്കാണ്. അവൻ മുനാഫിക്കായോ എന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാറുള്ളത്. എപ്പോഴെങ്കിലും ഒന്നും നഷ്ടപ്പെടുന്നതൊന്നുമല്ല, സ്ഥിരമായിട്ട് പാഴാക്കുന്നത് കണ്ടാൽ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പോകാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചു പോകുന്നത്? കർമ്മത്തിനുള്ള സ്വാധീനമാണ്. അയാൾ എത്ര പറഞ്ഞാലും ആ ഒരു സ്വാധീനം അവിടെ ബാക്കിയാകുന്നത് കൊണ്ടാണ്
ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ദഅവത്തിന്റെ ആളുകളാകും, പ്രത്യേകിച്ച് ഒരു ദാഇ ആകുമ്പോൾ, ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ആളുകളാകുമ്പോൾ, അതിന് മാതൃകയാകുമ്പോൾ നമ്മളാണ് ഏറ്റവും ആദ്യം എന്താവേണ്ടത്, അതിന് മാതൃകയാകേണ്ട ആളുകൾ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിനോട് സഹായം തേടണം എന്നുള്ളതാണ്. കാരണം അറിവ് ലഭിക്കാൻ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ആ അറിവിനനുസരിച്ച് കർമ്മം ചെയ്യുക എന്നുള്ളതും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താക്കിയത്, അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഇൽമു മാത്രമല്ല ചോദിച്ചത്, ഇൽമും ചോദിച്ചു, ആ അമലിനെയും ആ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ഈ രീതിയിൽ തേടണം. ഇനി നമ്മൾ ചില അസറുകൾ വായിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇഖ്തിലാഉൽ ഇൽമി അൽ അമൽ നമ്മൾ പറഞ്ഞല്ലോ, ആ കിതാബിൽ ഖതീബ് അൽ ബഗ്ദാദി കൊടുത്തിട്ടുള്ള വലിയ കുറച്ച് 1000 അതിൽ വളരെ ഒരുപാട് അസറുകളുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത അഥവാ സലഫുകൾ അമൽ ചെയ്യാതെ ഇൽമിൽ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഇൽമു ലഭിച്ചിട്ട് അമൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന, അമലിൽ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ആളുകളെ ദമ്മ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള സലഫുകളുടെ ചില അസറുകൾ വായിക്കുകയാണ്. ഇത് ഓരോന്നും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട വാക്കുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അസറിൽ കാണാം, മസലു ഇൽമിൻ ലാ യുഅമലു ബിഹി കമസലി കൻസിൻ ലാ യുൻഫിഖു മിൻഹു ഫീ സബീലില്ലാഹ്. പ്രവർത്തിക്കാത്ത ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന സമ്പത്തിനെ പോലെയാണ്, ഒരു നിധിയെ പോലെയാണ്. അതുകൊണ്ട് അവന് പരലോകത്തിന്റെ ഉപകാരം ഉണ്ടാകുമ്പോണ്ടോ? ഇല്ല. എന്നാൽ സമ്പത്തുണ്ടോ? ഉണ്ട്. ഒരാളിൽ കുറെ പണം ഉണ്ട്, എന്നാൽ അവന് അള്ളാഹിന്റെ മാർഗത്തൊന്നും ചെലവഴിച്ചിട്ടില്ല, നിർബന്ധമായ സക്കാത്ത് ഒന്നും കൊടുക്കണില്ല വെക്കുക. ദുനിയാവിൽ എന്താണ് അവന്? നല്ല പണമുള്ളവനാണ്. പരലോകത്ത് എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ദുനിയാവിൽ ഇൽമുള്ളവനായിരിക്കും, എന്നാൽ അമലില്ലാത്തത് കൊണ്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുപോലെ മറ്റൊരു റിവായത്തിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു അസൽ കാണാം, ഉൻസിലൽ ഖുർആനു ലിയുഅമല ബിഹി ഫത്തഖദ അന്നാസു തിലാവതഹു അമല. ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ജനങ്ങൾ അതിൻ്റെ ഒരു പാരായണം എന്താക്കി മാറ്റി? അമലാക്കി മാറ്റി എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി ഈമാനിലും സൽക്കർമ്മങ്ങളിലും മാറ്റം വരുത്താൻ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. വെറും പാരായണം ചെയ്യാനുള്ളൊരു കിതാബല്ല, വെറുതെ പാരായണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അല്ല. പക്ഷെ അത് ആളുകളെ അമലായി കണ്ടിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഈ ഒരു അസറിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. യഅനി അന്നഹും ഇഖ്തസറു അല തിലാവ വതറകുൽ അമല ബിഹി. തിലാവത്ത് മാത്രമായി, ഖുർആൻ പാരായണം മാത്രമായി അമൽ ചെയ്യുന്നത് ഒഴിവാക്കിയതിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. മറ്റൊരു റിവായത്തിൽ ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലയോട് പറയാണ്, ഖാല അല്ലാഹു തആല ഉദ്ഉനി അസ്തജിബ് ലക്കും. സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, ഈ വ്യക്തി വന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, ഫമാ ബാലുന, നമ്മുടെ അവസ്ഥ, ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നദ്ഉ ഫലാ യുസ്തജാബു ലനാ, ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഈ ആളുകളുടെ അവസ്ഥ, അടുത്ത ആളുകളുടെ അവസ്ഥ അറിയാം. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം അവരോട് മറുപടി പറഞ്ഞു, മിൻ അജ്ലി ഖംസതി അഷ്യാ, 5 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാത്തത്? ദുആയിൽ ഉത്തരം ചെയ്യപ്പെടാത്തതെന്ന് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞു? അപ്പോൾ ചോദിച്ചു, അമാഹിയ, ഏതൊക്കെയാണത്? പറഞ്ഞു, അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹഖ്ഖഹു, നിങ്ങൾക്ക് അള്ളാഹിനെ അറിയാം, അള്ളാഹ്ക്ക് നിങ്ങളുടെ മേലെയുള്ള അധികാരത്തെ അറിയാം, അള്ളാഹുവിനോട് നിങ്ങൾ വീട്ടേണ്ട ബാധ്യതകളെ അറിയാം, പക്ഷെ നിങ്ങളത് വീട്ടിൽ കൊടുക്കുന്നില്ല, അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നില്ല. വഖറഅതുൽ ഖുർആൻ ഫലം തഅമലൂ ബിമാ ഫീഹി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതനുസരിച്ച് കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ പറഞ്ഞു, നുഹിബ്ബുർ റസൂൽ വതറക്തും സുന്നതഹു, പിന്നെ പറഞ്ഞത് റസൂലിനെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പാഴാക്കുന്നു. നൽഅന ഇബ്ലീസ് വഅതഅതുമൂഹു,
ഇബ്ലീസിനെ ശപിക്കുന്നു, പക്ഷെ ആ ഇബ്ലീസിനെ അനുസരിക്കുന്നു. അഞ്ചാമത്തേത് പറഞ്ഞു തറത്തും ഉയൂബക്കും വഅഖൽതും ഫീ ഉയൂബിൻ നാസ്, സ്വന്തം ന്യൂനതകളെ കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കി നടക്കുന്നു. ഈ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യപ്പെടാതെ പോകുന്നത്. അതിൽ ആദ്യം പറഞ്ഞ 2 കാര്യം എന്താണ്? ഇൽമുണ്ടായിട്ട് അമലില്ലാത്ത അവസ്ഥയെ പറ്റിയിട്ടാണ്. ഉത്തരം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായി അത് മാറും എന്നാണ് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ല ഇവിടെ പറയുന്നത്. ഈ മാലിക് ബിൻ ദിനാർ റഹിമഹുല്ല പറഞ്ഞ മറ്റൊരു അസറിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ തലബൽ ഇൽമ ലിൽ അമലി കസറഹു ഇൽമുഹു, ഒരാൾ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൽമ നേടുന്നത് എങ്കിൽ അവന്റെ ആ ഇൽമ കൊണ്ട് അവന് താഴ്മയും വിനയവും ഒക്കെ ഉണ്ടാകും. വൈദാ തലബഹു ലിഗൈരി ദാലിക്, അതല്ലാതെ മറ്റെന്തിനെങ്കിലും ആവശ്യത്തിനാണ് അവൻ തേടുന്നതെങ്കിൽ ഇസ്ദാദ ബിഹി ഫുജൂറൻ ഔ ഫഖ്റൻ, അവന് തെമ്മാടിത്തരവും അഹങ്കാരവും എല്ലാം വർദ്ധിക്കുകയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഇൽമ് നിയ്യത്ത് നന്നായാൽ മാത്രമാണ് അതുകൊണ്ടുള്ള മാറ്റം നമ്മളിൽ കാണുകയുള്ളൂ. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അൽ മുഅ്തസ് അദ്ദേഹം പറയാണ്, ഇൽമുൻ ബിലാ അമൽ കശജറത്തിൻ ബിലാ സമറ, കർമ്മമില്ലാതെ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളൊന്നുമില്ലാത്തൊരു വൃക്ഷത്തെ പോലെയാണ്. വൃക്ഷം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, അതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഒന്നുമില്ല. അതുപോലെയാണ് എന്ത് പറയുന്നത്? അമലില്ലാത്ത ഇൽമു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കാണ് ഇൽമുൽ മുനാഫിഖ് ഫീ ഖൗലിഹി വഇൽമുൽ മുഅ്മിനി ഫീ അമലിഹി. സുബ്ഹാനല്ലാഹ്, മുനാഫിഖിന്റെ ഇൽമു എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിലാണ് ഉണ്ടാവുക. അവൻ പറയും, നല്ല ദീന് പറയും, നല്ല അല്ലാഹുവിനെ പറ്റി പറയും, ബാക്കി കാര്യങ്ങളൊക്കെ പറയും. വഇൽമുൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിന്റെ ഇൽമു എവിടെ ഉണ്ടാവുക? ഫീ അമലിഹി, അവന്റെ പ്രവർത്തനത്തിലാണ് എന്തുണ്ടാവുക? അവന്റെ ഇൽമ് ഉണ്ടാവുക എന്ന് പറയാണ്. അതുപോലെ മഅറൂഫ് അൽ ഖർഹി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ, അല്ലാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ഫുതിഹ ലഹു അലി ഫതഹ ലഹു ബാബൽ അമൽ, അവൻ അല്ലാഹു തആല അമലിന്റെ കതക് തുറന്നു കൊടുക്കും, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും അവസരമൊക്കെ കൊടുക്കും. വഗലഖ അൻഹു ബാബൽ ജദൽ, തർക്കത്തിന്റെ കവാടം എന്ത് ചെയ്യും? അവന്റെ മേലെ അടക്കും. അനാവശ്യ വിഷയങ്ങൾ പോയി തർക്കിച്ച് സമയം കളഞ്ഞ് അതിൽ മുഴുകി കളിക്കുന്ന അവസ്ഥ അവന് കൊടുക്കൂല, അതിനെ കഥ കടക്കും. വൈദാ അറാദല്ലാഹു ബിഅബ്ദിൻ ശർറൻ, അല്ലാഹു ഒരു അടിമക്ക് ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫതഹ ലഹു ബാബൽ ജദൽ വഗലഖ അൻഹു ബാബൽ അമൽ, തർക്കത്തിന്റെ കവാടം തുറന്നു കൊടുക്കും, കർമ്മങ്ങൾ ചെയ്യാനുള്ള കവാടം അടക്കുകയും ചെയ്യും. നമുക്ക് ആളുകളിൽ ധാരാളം കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണിത്. ചില ആളുകൾ ദീനിന്റെ പേരിൽ തർക്കിച്ച് അവന്റെ സമയം മുഴുവൻ കളയായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റേ അങ്ങനത്തെ കുറേ ഫിത്ന ഗ്രൂപ്പുകളുണ്ട്. എന്തിനാ അവർ തർക്കിക്കുന്നത്, എന്തിനാ അവരെ സമയം കളയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത, ഒരറിവില്ലാത്ത ആളുകളൊക്കെ വലിയ മസാലയെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാ. മിണ്ടാതിരുന്ന് ആ നേരം അമൽ ചെയ്യാൻ മതി, അവർ അത് ചെയ്യില്ല. അതിന് അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു അസറ് പലരിലും എന്നൊരു യാഥാർത്ഥ്യമായി കാണാം. അപ്പോൾ അമൽ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളതും അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചതിന്റെ അടയാളമാണ്. ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു അസറിൽ കാണാം, അൽ ഇൽമു ഹസനുൻ ലിമൻ അമില ബിഹി വമൻ ലം യഅമൽ മാ അദറഹു, ഇൽമു ഒരാൾക്ക് നന്മയാണ് അവൻ അതിന് അനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ അതവന് ദോഷമാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു അസറിൽ കാണാം, അൽ ഇൽമു ഇല്ലം യൻഫഅക് ദറക്, അറിവ് നിനക്ക് ഉപകരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ്, അത് നിനക്ക് ദോഷം ചെയ്യും. എന്താണ് ഉദ്ദേശം? ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ പറയാണ്, യഅനി ഇല്ലം യൻഫഅഹു ബി അൻ യഅമല ബിഹി ദറഹു ബികൗനിഹി ഹുജ്ജതൻ അലൈഹി, ഇന്നൊരു അറിവ് നേടിയിട്ട് അത് നമുക്ക് ഉപകരിച്ചിട്ടില്ല എങ്കിൽ നാളെ പരലോകത്തെ നമുക്ക് എന്താകും? നമുക്കെതിരെയുള്ള ഒരു തെളിവാകും. ആ കാര്യം നീ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാകും എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു വിഷയത്തിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ, പ്രത്യേകിച്ച് തുല്ലാബുകൾ ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഇൽമു നേടുന്ന സമയത്ത് ചില അമലുകൾ ചെയ്യാൻ പറ്റൂല, ചില അമല് ചെയ്യുന്ന സമയത്ത് ഇൽമു നേടാൻ പറ്റൂല, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഒരിക്കൽ സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, സുഫിയാൻ സൗരി ആയിരിക്കണം, സുഫിയാൻ സൗരി റഹിമഹുല്ല അടുക്കൽ ഒരു വ്യക്തി ഒന്ന് ചോദിച്ചു, തലബുൽ ഇൽം അഹബ്ബു ഇലൈക അവിൽ അമൽ, നിങ്ങൾക്ക് ഇൽമു നേടലാണോ അതോ അമല് ചെയ്യലാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചോദിച്ചു. അറിവ് നേടലാണോ അതനുസരിച്ച് അമല് ചെയ്യലാണോ അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യലാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ചോദിച്ചു.
ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യുറാദുൽ ഇൽം ലിൽ അമൽ. ഇൽമു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിന് എന്താണ്? അമലാണ്. ഇൽമു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമലാണ്. ഫലാ തദഅ, എന്നിട്ട് ആ വ്യക്തിയോട് പറയാണ്, ഫലാ തദഅ തലബൽ ഇൽമി ലിൽ അമൽ. കർമ്മം ചെയ്യാൻ വേണ്ടി ഇൽമു നേടുന്നതിനെ നീ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. വലാ തദഅ അൽ അമല ലി തലബിൽ ഇൽം. അറിവ് നേടാൻ വേണ്ടി കർമ്മം ചെയ്യുന്നതിനെ നീ ഒഴിവാക്കാൻ പാടില്ല. ഒക്കെ ഒരു ബാലൻസിൽ കൊണ്ടുപോവുകയാണ്. അറിവ് നേടണം, കർമ്മം ചെയ്യണം. അത് ഓരോന്നിനും ഓരോ സമയം നമ്മൾ വകവെച്ച് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പം ഈ പറഞ്ഞ ഈ വിഷയത്തിൻ്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ അറിവും കർമ്മവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഥവാ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ആ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ ഒരുപോലെ കൊണ്ടു നടക്കുന്നതിനാണ് സിറാത്തുൽ മുസ്തഖീമിൽ ഒരാളാവുക എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് നേടിയിട്ട് അമല് ചെയ്യാത്ത ഒരാളായിട്ട് നമ്മൾ മാറരുത്, അമല് ചെയ്തിട്ട് അറിവില്ലാത്ത ഒരാളായിട്ട് നമ്മൾ മാറരുത്. അത് രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു അറിവ് ലഭിച്ചാൽ അത് പ്രാവർത്തികമാക്കേണ്ടതാണെങ്കിൽ അത് ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാവണം. എന്തെങ്കിലും ഒഴിവാക്കാനുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ മാതൃക കാണിക്കുന്ന ആളുകളായിട്ട് അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി മാറിയാൽ മാത്രമാണ് നമ്മുടെ അറിവ് കൊണ്ട് നമുക്കും നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് എന്താവുക? ഉപകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക, അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, പഠിക്കുന്ന അറിവുകൾ അത് അമലാക്കാൻ അതിയായ താല്പര്യം കാണിക്കുക. ഒരിക്കലും നാളെ പരലോകത്ത് നഷ്ടക്കാരനായി മാറുന്ന അഥവാ അറിവുണ്ടായിട്ട് അമലില്ലാതെയാകുന്ന അല്ലെങ്കിൽ അറിവില്ലാതെ അമലുകൾ ചെയ്യുന്ന വിദഗ്ധകളോ തെറ്റായ രീതിയിൽ ചെയ്തു പോകുന്ന അവസ്ഥയില്ലാതെ ഈ രണ്ട് കാര്യത്തെയും ഒരുപോലെ കൊണ്ടു നടക്കുമ്പോൾ ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നേടാൻ സാധിക്കും. അല്ലാഹു തആല ഇൽമും അമലും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.